ബ്രീവിസിന് കിട്ടിയിട്ടുള്ളൊരു വരവേൽപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരം ശൈലിയിൽ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ സീസൺ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നത്. ഒരു വൻ ചിയറോടുകൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് സ്കോർ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ ഒരു അപ്പ് ഇല്ല, വലിയൊരു ഡൗണും ഇല്ല. ഒരു മീഡിയം റേഞ്ചിൽ തന്നെ ഒരു ആ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കാർത്തിക് ത്യാഗിയുടെ ഓവറിൽ പിന്നീട് സഞ്ജു സാംസൺ ഔട്ടാവുകയാണ്. അതും ഒരു 148 കിലോമീറ്റർ സ്പീഡിൽ വന്ന പന്ത് സഞ്ജു സാംസൺ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ക്ലൂലെസ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അത് സ്റ്റെമ്പ് എടുത്തുകൊണ്ട് പോയി. പിന്നീട് റൺ റേറ്റ് കുറച്ച് പറയാൻ തുടങ്ങി. സർഫറാസ് ഖാൻ വന്ന് സർഫറാസ് ഖാൻ കാര്യമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല, ബ്രിവീസിനും അടിക്കാൻ പറ്റുന്നില്ല. കാരണം നരേൻ്റെ ഓവർ അവിടെ മിഡിൽ നല്ല രീതിക്ക് വർക്കാകുന്നുണ്ട്. അത് നരേനെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് സർഫറാസ് ഔട്ടാവുന്നു, ബ്രിവിസ് ഔട്ടാവുന്നു, ദൂബയ്ക്കായാലും ഓവർട്ടൺ ആയാലും ലാസ്റ്റത്തെ 4 ഓവറിലും വ്യക്തമായ രീതിയിൽ ആ ഒരു ലാസ്റ്റ് 4 ഓവറുണ്ട്, ഒരു 50-55 റൺസൊക്കെ വരാൻ സാധ്യത ഉള്ള ആ 4 ഓവറുകളിൽ വൈഭവ് അറോറയും അതുപോലെ തന്നെ കാർത്തിക് ത്യാഗിനെ എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ സ്ലോ ബോൾസ്, അദ്ദേഹത്തിൻ്റെ പേസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പേസ് 150 അടുപ്പിച്ച് എറിയുകയും സ്ലോ ബോൾസ് ഒന്നും ഒട്ടും പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റ് ലൈനിൽ ലെങ്ത്തിൽ എറിഞ്ഞു പോയി. അവസാനത്തെ 4 ഓവറിൽ 36 റൺസ് മാത്രമാണ് വന്നത്. ചെന്നൈയുടെ കണക്കൂട്ടിൽ അവിടെ തെറ്റി. 200+ പോയില്ല, 192 ഇന്നിങ്സ് അവസാനിച്ചു.